ഇപ്പം ഞാൻ പെട്ട് നിൽക്കുന്നത് തിരുപ്പതിയിലാണ്. പെട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു യാത്ര പോയിട്ട് വരുന്ന വഴിക്ക് പെട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അതായത് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്, അങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ വിശാഖപട്ടണം നിന്ന് നാട്ടിലേക്ക് പോകുമായിരുന്നു. നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് വിശാഖപട്ടണം ടു കൊല്ലം എക്സ്പ്രസ്സിലാണ് കയറിയത്. അത് വെറും വൃത്തികെട്ട ട്രെയിൻ എന്ന് വെച്ചാൽ, അത് ഈ ഒഡീഷയിൽ നിന്നെല്ലാം വരുന്ന അതിഥി തൊഴിലാളികളെല്ലാം വരുന്നൊരു ട്രെയിനാണിത്. ഒഡീഷയും വിശാഖപട്ടണമായിട്ട് കണക്ഷനുണ്ട്. അപ്പോഴങ്ങനെ ആ ഒരു കണക്ഷനിൽ വരുന്നൊരു വണ്ടിയാണിത്. വെറും വൃത്തികെട്ട വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോയ്ലറ്റൊക്കെ അകത്തോട്ട് കയറാനേ വയ്യ. ഞാൻ സത്യത്തിൽ വിശാഖപട്ടണത്തിൽ നിന്നും നാട്ടിലേക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ടിക്കറ്റ് എടുത്തത്. 400 സംതിങ് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. പോട്ടേന്ന് വെച്ചു, വെറുതെ ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് യാത്ര ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യം ഞാൻ സ്ലീപ്പർ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോഴെന്തായാലും സ്ലീപ്പർ നോക്കിയിട്ട് കിട്ടുന്നതും ഇല്ല, തത്കാലും ഇല്ല, പ്രീമിയം തത്കാലും ഇല്ല. അപ്പോഴെന്തായാലും ഇതിൽ കയറി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറിയതാണ്. അങ്ങനെ കയറി ഏകദേശം ഒരു 10-12 മണിക്കൂർ യാത്ര ചെയ്തു. രാവിലെ 7:20 ട്രെയിൻ. രാത്രി ഒരു 7:30 ആയപ്പോൾ ഇവിടെ റെനിഗുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തിരുപ്പതിക്ക് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോഴവിടെ റെനിഗുണ്ടയിൽ വന്ന് ഇറങ്ങി. അങ്ങനെ 12 മണിക്കൂറുള്ള യാത്ര. വലിയ തിരക്കായിട്ട് ഭയങ്കര റഷൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും എന്താ പറയുന്നത്, നമ്മൾക്ക് ഈ ട്രെയിൻ പിറ്റേ ദിവസമേ നാട്ടിലെത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിലേ ദുരന്തമായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ റെനിഗുണ്ടയിൽ ഇറങ്ങി. റെനിഗുണ്ടയിൽ നിന്നും തിരുപ്പതിയിലേക്ക് വന്നു. റെനിഗുണ്ടയിൽ നിന്ന് തിരുപ്പതി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, ഏകദേശം ഒരു 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അങ്ങനെ തിരുപ്പതിയിലേക്ക് വന്ന് നിൽക്കുവാണ്. വൃത്തികേട് സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ നമ്മുടെ ട്രെയിനിലേക്ക് വൃത്തികേടുണ്ടല്ലോ, അത് എന്താ പറയുന്നത്, ഇതേപോലെ യാത്ര ചെയ്യുന്നവർക്ക്, സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കൊക്കെയാണ് ബുദ്ധിമുട്ട്. സ്ഥിരം യാത്ര എന്ന് വെച്ചാൽ ഇതേപോലെ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നവർ മാത്രമല്ല സ്ഥിരം യാത്ര ചെയ്യുന്നത്. ഈ സ്ഥിരമായിട്ട് യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, ഗവൺമെൻറ് ജോലിക്കാരുണ്ട്, അല്ലാത്ത ജോലിക്കാരുണ്ട്, എല്ലാവരും സ്ഥിരമായിട്ട് യാത്ര ചെയ്ത് പോകുന്നവരല്ലേ. അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. കാര്യം ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡെയിലി ട്രാവൽ ചെയ്യുമല്ലോ, സ്ഥിരമായിട്ട് ജോലിക്കൊക്കെ പോകുന്നവരുണ്ട് ട്രെയിനിൽ. അവരൊക്കെ ഈ ടോയ്ലറ്റിനകത്തൊക്കെ കയറി ഭയങ്കര അവസ്ഥയായിരിക്കും കേട്ടോ. ഇപ്പം എന്താ പറയുന്നത്, നമ്മൾ ഈ വിദേശികളെങ്ങാനും വന്നിട്ട് നമ്മുടെ ഈ ഒരു ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നാണം കെടും. നമ്മുടെ ഈ ലോക്കൽ ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞാലേ നാണം കെടും. നമ്മളിവിടെ നിന്ന് തുരത്തി ഓടിച്ച വിദേശ ശക്തികളൊക്കെ ഉണ്ടല്ലോ, അവരെന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഒരു നമ്മുടെ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നാണം കെട്ട് തല കുനിക്കേണ്ടി വരും. വെറും വൃത്തികെട്ട ടോയ്ലറ്റും വെറും വൃത്തികെട്ട ട്രെയിനുകളുമാണ് പല സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനുകൾ മാത്രമല്ല, പബ്ലിക് ടോയ്ലറ്റും എല്ലാം വെറും അലമ്പ്. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് 400 രൂപയെന്ന് വെച്ചാൽ വലിയൊരു തുക തന്നെയല്ലേ. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും 400 രൂപയല്ലേ നമ്മൾ കൊടുക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ചുമ്മാ അല്ല, നമ്മുടെ ഈ രാജ്യം വിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തില്ല. അവർ വല്ലപ്പോഴും ലീവിനെങ്ങാനും വന്നൊന്ന് നിന്നിട്ട് പോകത്തതേ ഉള്ളൂ. അവരവിടെ അങ്ങ് സെറ്റിൽ ആവുകയാണ്. കാര്യം സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് അവർ മടുത്തിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടുത്തെ ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം കൊണ്ട് അവിടെ അങ്ങ് ജീവിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്തോ പറയുന്നത്, വന്ദേമാതരം, AR റഹ്മാൻ്റെ വന്ദേമാതരം കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം വരത്തില്ലേ. ഇത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എനിക്കും ആ രോമാഞ്ചം എല്ലാം വരും. എന്നാലും നമുക്കൊരു വിഷമമുണ്ടല്ലോ, നമ്മുടെ നാട് ഇങ്ങനെ ആയി പോയല്ലോ എന്ന്. അത് എന്താ പറയുന്നത്, ചിലർ പറയും ആൾക്കാർ മോശമായതുകൊണ്ടാണ് ഓരോ സംഗതികളും വൃത്തിയാക്കിയിടും, പക്ഷേ ആൾക്കാരാണത് മോശമാക്കുന്നതെന്ന്. പക്ഷേ ആൾക്കാരെ നന്നാക്കാൻ പറ്റുമല്ലോ. ഓരോ കൃത്യമായിട്ടുള്ള നിയമങ്ങളും എല്ലാം കൊണ്ട് ആൾക്കാരെ നന്നാക്കാൻ പറ്റുമല്ലോ. ഈ പറയുന്ന ഇവിടെ നമ്മുടെ നാട്ടിൽ വന്ന് കുളവാക്കുന്ന അതിഥി തൊഴിലാളികളും ഇവരെല്ലാം ഗൾഫിലോട്ടും അവിടെ എല്ലാം ജോലിക്ക് പോകുന്നില്ലേ, അവിടെയൊക്കെ അവർ മര്യാദയ്ക്ക് ജീവിക്കുന്നില്ലേ. അപ്പോഴേ അവരെ കൊണ്ട് മര്യാദ പഠിപ്പിക്കാൻ പറ്റും. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ വൃത്തികേടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു മെഗാ സീരിയലിനെ കാട്ടി പറയാനുണ്ട്. അപ്പോഴെന്തായാലും അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് പോകും. ഞാൻ രാവിലെ കഴിച്ചിട്ടാട്ടോ വരുന്നത്. കാര്യം കഴിച്ചിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കഴിക്കാനുള്ള മൂഡും കൂടെ പോകും. രാവിലെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പൂരി കഴിച്ചു. ഒരു സെറ്റ് പൂരി, ഒരു ചായ, 70 രൂപ. നല്ല പൂരി ആയിരുന്നു കേട്ടോ, ചായ നല്ല ചായ ആയിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഞാൻ ഇന്നലെ വന്ന് തങ്ങിയ സിംഗിൾ റൂമിന് 500 രൂപയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. പിന്നെ അവിടുത്തെ ആ കെയർ ടേക്കറിൻ്റെ സ്വഭാവം നല്ലൊരു മാന്യമായിട്ടുള്ള സ്വഭാവമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോഴും തന്നെ ഈ സ്പ്രേ ഒക്കെ കൊണ്ട് റൂമിനകത്തൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ ഒരു അതിഥിയെ സ്വീകരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമായി. അതാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും അന്വേഷിച്ചില്ല. ആദ്യം കയറിയപ്പോഴും അദ്ദേഹം എന്നോട് കാണിച്ച ആ ഒരു മര്യാദ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ തന്നെ റൂം എടുത്തു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പണ്ടത്തേതോ പ്രതാപി ലോഡ്ജായിരുന്നു തോന്നുന്നു കേട്ടോ. കാര്യം പഴയ AC യുടെ സംഭവങ്ങളൊക്കെ അവിടെ, പണ്ടത്തെ ടൈപ്പ് എയർ കൂളറൊക്കെ ഉണ്ടല്ലോ,
അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇനി നമുക്ക് തിരുപ്പതി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. തിരുപ്പതി ബസ് സ്റ്റാൻഡും തിരുപ്പതി റെയിൽവേ സ്റ്റേഷനൊന്നും വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം 1 കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോഴെന്തായാലും തിരുപ്പതി ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് തിരുപ്പതിയിൽ നിന്ന് നമുക്ക് തിരുമല വരെ പോകാം. തിരുപ്പതിയും തിരുമലയും തമ്മിൽ 20 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തല്ല ആ ഒരു തിരുപ്പതി അമ്പലം ഉള്ളത്, അത് തിരുമല എന്ന് പറഞ്ഞ ആ ഒരു മല മുകളിലാണ്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോഴെന്തായാലും നമുക്ക് ബസ്സിൽ അങ്ങോട്ടേക്ക് പോകാം. ഇതാ കണ്ടില്ലേ, ഈ ബസ്സെല്ലാം തിരുമലയിലേക്ക് പോകുന്നതാണ്, അമ്പലത്തിൻ്റെ ആ പരിസരത്തേക്ക് പോകുന്നതാണ്. നമുക്ക് ഈ ബസ് കൊള്ളാം അല്ലേ. തൊണ്ട ചെറുതായിട്ട് അടഞ്ഞിരിക്കുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ വിടറുന്നു. ഇവിടെ ജീപ്പ് സവാരികളും ഉണ്ട് കണ്ടില്ലേ, ജീപ്പ് സർവീസും ഉണ്ട്. ടാറ്റാ സുമോയിൽ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ ജീപ്പ് സവാരിയുടെ റേറ്റ് ചോദിച്ചു. ഒരാൾക്ക് 120 രൂപയാണ് മുകളിൽ പോകുന്നതിന്. വണ്ടി ഫുള്ളാണെന്നുണ്ടെങ്കിൽ 1200 രൂപ, 10 പേർക്ക് വണ്ടിയിൽ കയറാം. അപ്പോഴങ്ങനെയാണ് ജീപ്പിൻ്റെ റേറ്റ്. ഇതാ നോക്കിയേ, ടാറ്റാ സുമോകൾ ഒരു കാലഘട്ടത്തിൽ തമിഴ് സിനിമ അടക്കി വാഴുന്നിരുന്നൊരു വണ്ടിയായിരുന്നു അല്ലേ ഇത്. അരിവാളും ടാറ്റാ സുമോയും ഇല്ലാത്തൊരു തമിഴ് സിനിമ ഇല്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും വെജിറ്റേറിയൻ ഹോട്ടലുകളും റൂമും എല്ലാം ഉണ്ട് കേട്ടോ, ലോഡ്ജും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നാൽ റൂമിൻ്റെയും ലോഡ്ജിൻ്റെയും കാര്യം ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട, ഫുഡിൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട, അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും വേണ്ട. ഇവിടുത്തെ ബിസിനസ്സുകളെല്ലാം നടക്കുന്നത് ആ ഒരു തിരുമല അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തിരുപ്പതി ബസ് സ്റ്റാൻഡിനകത്തേക്ക് വന്നിരിക്കുവാണ്. ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ, ഒരു ബസ് പോകുന്നതിന് പുറകെ ബസ്സുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബസ്സിന് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. ഇതാ കണ്ടില്ലേ, നോൺ AC ബസ്സിൻ്റെ റേറ്റാണ് 90 രൂപ, കുട്ടികൾക്ക് 50 രൂപയും. AC ബസ്സുകൾക്കാണെന്നുണ്ടെങ്കിൽ 110 രൂപ. ഈ കാണുന്നതെല്ലാം AC ബസ്സുകളാണ്, അതിൽ കുട്ടികൾക്ക് 90 രൂപയാണ്. പിന്നെ ഒരു ഓഫറുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ 2 സൈഡ് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 110 അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 രൂപ കൊടുത്താൽ മതി. അതേപോലെ തന്നെയാണ് ഈ നോൺ AC ബസ്സിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 90 + 90 180 കൊടുക്കണ്ട, 160 രൂപ കൊടുത്താൽ മതി. അപ്പോഴതൊരു ഓഫറാണ്. പിന്നെ സീനിയർ സിറ്റിസണിന് 70 രൂപ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇതാ ഇവിടെ ഒരു വണ്ടി സ്റ്റാർട്ടായി കിടക്കുവാണ്, നോൺ AC ബസ്. ഇതിലേക്ക് ഞാൻ കയറി. അങ്ങനെ നമ്മുടെ ബസ് തിരുമലയിലേക്ക് പുറപ്പെട്ടിരിക്കുവാണ്. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് മെട്രോ തൂണുകൾ പോലെ തൂണുകൾ കാണാം. നമ്മളൊരു ഫ്ലൈ ഓവറിന് മുകളിലേക്ക് കയറുവാണ്. ആൾക്കാർ ഫില്ലാവുന്നത് വരെ ബസ് കാത്തു നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇഷ്ടംപോലെ സീറ്റ് കാലിയാണ്. വണ്ടി ഷടപടേന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനൊന്നും വേണ്ട. ഇതാ കണ്ടില്ലേ, ഇപ്പുറത്തായിട്ടും ഒരു ബസ് പോകുന്നത്, അതും വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ കുറെ കൂടെ മുന്നിലേക്ക് പോകുമ്പോഴേ ആ ഒരു മലനിര കാണുന്നില്ലേ, ആ ഒരു മലനിര കയറുമ്പോൾ ഈ ഒരു താഴെ ഭാഗത്തെ, അതായത് ഈ കാണുന്ന ഈ ഒരു സ്ഥലം നല്ലൊരു വ്യൂ ആയിട്ട് കാണാം. നല്ലൊരു കാഴ്ചയാണത്. ഇതോ കണ്ടില്ലേ, മുകളിലായിട്ട് ആ ഒരു ഹെയർ പിൻ ബെൻഡ് പോകുന്ന ആ ഒരു റോഡ് കാണാൻ സാധിക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ആ കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഒരു ആർച്ച് പാലമെല്ലാം കാണുന്നില്ലേ എവിടെ? അതാ കണ്ടില്ലേ, ആ കാണുന്ന ആർച്ച് പാലം വഴിയാണ് നമ്മൾ പോകുന്നത്. യെസ്, ദാ ഇവിടെ ആയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം? ഞാൻ പറഞ്ഞില്ലേ, ആർച്ച് റോഡ്, ആർച്ച് പാലം. ഇതോ കണ്ടില്ലേ, ബസ്സുകൾ മുകളിലേക്ക് കയറി പോകുന്നത്. ഈ സൈഡേ വെയിൽ, ഞാൻ അപ്പുറത്തേക്ക് മാറിയിരിക്കുവാണ്. ഇവിടെ വണ്ടി നിർത്തിയത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടർ കയറിയിട്ടുണ്ട്. യെസ്, അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 160 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഞാൻ 2 സൈഡ് എടുത്തു കേട്ടോ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള ടിക്കറ്റ് ഒരുമിച്ച് എടുത്തിരിക്കുവാണ്. തിരികെ നമുക്ക് ഏത് ബസ്സിൽ വേണമെങ്കിലും കയറി വരാം, അതായത് നോൺ AC ബസ്, ഇതേപോലുള്ള ഏത് ബസ്സിൽ വേണമെങ്കിലും നമുക്ക് തിരികെ കയറി വരാം. അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ടെല്ലാം ഫുട്പാത്ത് ഉണ്ട്. ഫുട്പാത്തിലെല്ലാം വിശ്രമിക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് കേട്ടോ. തണൽ മരങ്ങളെല്ലാം ഉണ്ട്, ആൾക്കാരൊക്കെ അവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, ആ ഒരു തണൽ മരത്തിലൊക്കെ നമുക്ക് ഇരിക്കാം. അങ്ങനെ പിന്നെ ഇവിടെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമുണ്ട് കേട്ടോ. സൗകര്യം എന്ന് വെച്ചാൽ നടന്നു പോകുന്ന ആൾക്കാരും ഉണ്ട്. ബസ്സുള്ളപ്പോൾ പിന്നെ എന്തിനാ നടന്നു പോകുന്ന. ഇവിടെ ആയിട്ടൊരു ആർച്ച് കാണാം, ആർച്ചിനകത്തേക്ക് ബസ് കയറിയിട്ടുണ്ട്. ഇവിടെയോ ഒരു ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അതിവിടെ ആണോ എന്നറിയാൻ വയ്യ. അതാ നോക്കേ, ഇവിടെ ആയിട്ടൊരു ശില്പം എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ തിരുപ്പതിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഈ ഒരു മലനിരകളാണ്. ആ ഒരു മലനിരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കണ്ടില്ലേ, ഒരു കോട്ട കെട്ടിയിരിക്കുന്നത് പോലെയാണ്. കണ്ടില്ലേ, കാണിച്ചു തരാം. അവിടെ എവിടെയെങ്കിലും ബസ് നിർത്തും. ഇങ്ങോട്ട് വരുന്ന വഴിക്കുന്നത് ഇവിടെ ഒരു അമ്പലം കണ്ടു കേട്ടോ. ഇതോ അവിടെ കണ്ടില്ലേ, മുകളിലായിട്ട് ഒരു കോട്ട കെട്ടിയിരിക്കുന്നത് പോലെ. ആ ഒരു പാറ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ എന്ന് വെച്ചാൽ ഈ ഒരു മലനിരകൾ,
ആന്ധ്രാപ്രദേശിലെ ചില സ്ഥലങ്ങളിലെല്ലാം ഇതേപോലത്തെ ഒരു മലനിര കാണാൻ സാധിക്കും. യെസ്, ഇവിടെയാണ് ചെക്കിംഗ്. ഇവിടെ നമ്മുടെ ബാഗും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങണം. ഇതാ കണ്ടില്ലേ, നമ്മളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങി നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ വണ്ടി ഓടി അപ്പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ അപ്പുറത്ത് നിന്നും കയറണം. ഇതാ ഇവിടെ ആയിട്ട് കണ്ടില്ലേ, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ നമ്മളെ ചെക്ക് ചെയ്യും. അങ്ങനെ വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളണം കേട്ടോ. കാര്യം ഒരുപാട് ബസ് ഇതേപോലെയാണ്. കാര്യം ബസ്സുകളെല്ലാം കാണാൻ ഒരേപോലെയാണ്. അങ്ങനെ ഞാൻ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു, 5366. അങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. വീണ്ടും നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. നമ്മൾ ബസ്സിൽ കയറിയത് 10 മണിക്കാണ് കേട്ടോ. എത്ര മണിക്ക് നമ്മൾ മുകളിലെത്തുമെന്ന് നോക്കാം. പിന്നെ വേറൊരു റൂളുണ്ട്. പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുന്നവർ 40 മിനിറ്റാണ് മുകളിലേക്ക് എത്താൻ കൊടുത്തിരിക്കുന്ന സമയം. മുകളിലേക്ക് പോകാൻ 22 കിലോമീറ്റർ ഉണ്ട്. 40 മിനിറ്റ് യാത്രയ്ക്ക് വേണ്ടി എടുക്കണം. അത് ഓവർ സ്പീഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തിരിക്കുന്നൊരു റൂളാണ്. അതായത് 40 മിനിറ്റ് എടുത്ത് സമാധാനത്തോടെ മുകളിൽ വന്നാൽ മതി. ഓവർ സ്പീഡ് എടുത്തിട്ട് ഈ ഒരു ഗട്ട് റോഡ്, മലഞ്ചെരിവുകളിലൂടെയുള്ള റോഡിലൂടെ വന്ന് അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്. പിന്നെ മാത്രമല്ല, മുകളിലുള്ളവർക്ക് വാഹനങ്ങളെല്ലാം നിയന്ത്രിക്കാനും അവിടുത്തെ ഒരു പാർക്കിംഗ് സൗകര്യവും എല്ലാം ക്ലിയർ ആക്കാനും ഈ ഒരു സമയ സംവിധാനം ഉപകരിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് വരുന്നവർ, പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുന്നവർ 40 മിനിറ്റ് എടുത്ത് സമാധാനത്തോടെ 22 കിലോമീറ്റർ യാത്ര ചെയ്ത് മുകളിലോട്ട് വന്നാൽ മതി. ഇതാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലത്തെ ആ ഒരു കോട്ട മതിൽ പോലത്തെ ഒരു പാറനിര, മലനിരയ്ക്ക് മുകളിലെ പാറനിര, അതിനടുത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കാണാനൊരു വ്യത്യസ്തതയുണ്ടല്ലേ. ഇതാ കണ്ടില്ലേ, നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലിരിക്കണം കേട്ടോ. ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലിരിക്കുമ്പോഴാണ് നല്ലൊരു വ്യൂ. താഴേക്ക് നോക്കേ, നല്ലൊരു വ്യൂ ആണ്. ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ നോക്കേ, അടിപൊളി വ്യൂ അല്ലേ താഴോട്ട്. താഴെയായിട്ട് ആ ഒരു തിരുപ്പതി ടൗണും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാം. നല്ല ഉയരമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 850 സംതിങ് മീറ്റർ ഉയരെയാണ് നമ്മുടെ ഈ ഒരു തിരുമല അമ്പലം ഉള്ളത്. 850 എന്ന് പറയുന്നത് അത്ര ഉയരമല്ല, എന്നാലും അത്യാവശ്യം ഉയരമാണ്. വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ചു പോകണം, പയ്യെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് വഴിയിലൂടെയുള്ള യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല വലിയ വലിയ മലനിരകളും നല്ല വ്യൂ പോയിന്റുകളും എല്ലാം കണ്ട് യാത്ര ചെയ്യാം. ഉണക്ക മലയല്ല കേട്ടോ, നല്ല പച്ചപ്പും ഹരിതാപമുള്ള ഭംഗിയുള്ള മലനിരകളാണ്. പണി ചെറുതായിട്ടൊന്ന് പാളിയും തോന്നുന്നു കേട്ടോ. നല്ല ബ്ലോക്കുണ്ട്. ഞാൻ തിരികെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് 2:30 സമയത്തുള്ള വണ്ടിയാണ്. അത് ഇങ്ങനെ ബ്ലോക്കിൽ കിടന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. തിരികെ വരുമ്പോൾ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ പണിയാണ്. അതുകൊണ്ട് മിക്കവാറും ഞാൻ അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചിങ്ങ് വരും കേട്ടോ. എന്തായാലും ഇത് വഴിയിലൂടെയുള്ളൊരു യാത്ര അനുഭവിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പോയി നോക്കാം. എനിക്ക് തോന്നുന്നു 1-ാം തീയതി ആയതുകൊണ്ടുള്ള ബ്ലോക്കായിരിക്കും കേട്ടോ. ഓഗസ്റ്റ് 1 ഷെടാ, പണി പാടുമല്ലോ. ഇവിടെയൊക്കെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന്. മണ്ണിടിച്ചിൽ അങ്ങനത്തെ പരിപാടികളെല്ലാം നടക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. നമ്മൾ സൂക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ, മുകളിൽ നിന്ന് പൊളിഞ്ഞെങ്കിൽ വീഴുമല്ലോ എല്ലാം കൂടെ. ഓഗസ്റ്റ് 1 ബ്ലോക്കല്ല, അത് എവിടെയായിട്ട് കണ്ടില്ലേ, ടാറിങ്ങിൻ്റെ വർക്കെല്ലാം നടക്കുവാണ്. അതുകൊണ്ടുള്ള ബ്ലോക്കാണ് കേട്ടോ. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞിരിക്കുവാണ്. ആരാണ് ആ വ്യക്തിക്ക് ലൈസൻസ് കൊടുത്തത്? അങ്ങനെ ബസ്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വ്യൂ പോയിന്റുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ, ഇപ്പോഴ് ബസ്സിന് റൈറ്റ് സൈഡിലാണ്. ആ ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷം ബസ്സിന് റൈറ്റ് സൈഡിലാണ് വ്യൂ പോയിന്റ് ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഒരു മരങ്ങളൊന്നും മറവില്ലാത്തൊരു വ്യൂ കിട്ടിയിരിക്കുവാണ്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ, നല്ല അടിപൊളി വ്യൂ. അങ്ങനെ ആ ഒരു വ്യൂ ബസ്സിന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിരിക്കുവാണ്. അങ്ങനെ ഞാൻ കുറേ വളവുകളും തിരിവുകളും കഴിഞ്ഞതിന് ശേഷം മുകളിൽ വന്നു കേട്ടോ. ഇവിടെ വന്ന് ബസ് ഇറങ്ങി. ഇതാ ഒരു AC ബസ് വരുന്നുണ്ട്. ഞാൻ ഇറങ്ങിയ സ്ഥലത്ത് ഇവിടെയായിട്ട് കുറേ മിനി ബസ്സുകളും പിന്നെ കാറും എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു കേട്ടോ.
HP ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. വീഡിയോയിലൂടെ പെട്ടെന്ന് അത് കാണിക്കാൻ സാധിച്ചില്ല. നോക്കട്ടെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമോന്ന്. യെസ്, ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ടൊരു പെട്രോൾ പമ്പിൻ്റെ ഒരു സംഗതി കാണുന്നില്ലേ, അതാണ് പെട്രോൾ പമ്പ്. അങ്ങനെ ഈ ഭാഗത്തായിട്ട് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നൊരു ഏരിയയാണ്. കുറേ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് F ടൈപ്പ് ക്വാർട്ടേഴ്സ് കാർ പാർക്കിംഗ്. അങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് കാർ പാർക്കിംഗ് ഉള്ളത്. ഇത് എവിടെയായിട്ട് നോക്കേ, കാറ്റിൽ കൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു വിൻഡ് മിൽ. 1-2 എണ്ണം ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ഒരുപാടൊന്നുമില്ല. അങ്ങനെ ഇവിടം വരെ വരാൻ എടുത്ത സമയം 10 മണിക്കാണ് നമ്മൾ ബസ്സിൽ കയറിയത്. ഇപ്പോൾ സമയം 10:55 ആയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതില്ലായിരുന്നെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് മുന്നേ എത്തിയാനെ. ഇതാ കണ്ടില്ലേ, നമ്മൾ താഴെ കണ്ട ആ ഒരു ജീപ്പുകളെല്ലാം മുകളിലും നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ചോദിച്ചു കാർ പാർക്കിങ്ങിന് പ്രത്യേകിച്ച് പൈസ ഉണ്ടോ, പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഫുൾ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ എങ്ങോട്ട് നടക്കണമെന്നറിയില്ല. ഏതെങ്കിലും തണലുള്ള ഭാഗത്തേക്ക് നമുക്ക് നടക്കാം. അങ്ങനെ നമ്മൾ ഇവിടെ വരുമ്പോൾ പല ഭാഗങ്ങളിലായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വെയിറ്റ് ലോക്കേഴ്സ് അലോട്ട്മെൻറ്റ് കൗണ്ടർ, അങ്ങനെ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഫ്രീ ടൺഷർ ടോക്കൺ കൗണ്ടർ, തലമുട്ടയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രീ കൗണ്ടർ. അപ്പോഴങ്ങനത്തെ ബോർഡുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട ഇവിടെ വരുമ്പോഴേ. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച്മെൻ്റ് എല്ലാം പക്കയാണ്. ഇതെവിടെയായിട്ട് ലോക്കർ സംവിധാനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സംവിധാനമാണ്. പിന്നെ ഇതെവിടെയായിട്ട് കണ്ടില്ലേ, ഫ്രീ ഷൂ കീപ്പിംഗ് സെൻറ്റർ. അപ്പോൾ ഇതേപോലത്തെ സംവിധാനങ്ങളെല്ലാം ഇവിടെ പക്കയാണ്. പിന്നെ ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഓരോ വ്യത്യസ്തമായ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പലതരം കച്ചവടങ്ങളും പിന്നെ കൊച്ചുകുട്ടികളെ ആകർഷിക്കുന്ന കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ മുകളിലേക്ക് വന്നപ്പോൾ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. പൊറോട്ടയൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇതാ കണ്ടില്ലേ, കണ്ണാടിപ്പെട്ടി അല്ല കേട്ടോ, അല്ലാത്ത പെട്ടിയാണ്. പൊറോട്ട എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സ്പോട്ടിൽ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഉണ്ട്. അവർ ഓൾറെഡി എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കേ, എഡിറ്റിംഗ് സിംഹം, അമ്പലവും എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെള്ളച്ചാട്ടവും എല്ലാം. ഇതെവിടെയായിട്ട് വെയിറ്റ് ടു കല്യാണക്കട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അതിനുള്ളിലായിട്ട് ഭയങ്കര ക്യൂ ആണ് കേട്ടോ. നമുക്ക് ക്യൂ ഇല്ലാത്ത ഏതെങ്കിലും ഭാഗം നോക്കാം. ഇതെവിടെയായിട്ട് നോക്കേ, ഇവിടെ എല്ലാമായിട്ട് നല്ല കച്ചവടങ്ങൾ, നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ. പിന്നെ വിശ്വാസികൾ കയ്യിൽ കെട്ടുന്ന ചരടുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനിതൊന്നും കെട്ടില്ല കേട്ടോ. കയ്യിൽ വാച്ചല്ലാത്തൊരു സംഗതി ഞാൻ ഇതേവരെ കെട്ടിയിട്ടില്ല. ക്യാപ്പുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സ്റ്റാൾ, ഒരുപാട് ക്യാപ്പുകൾ. ഇതെവിടെയായിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇത് വേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന വണ്ടിയാണ്. വേസ്റ്റ് മാനേജ്മെൻ്റ് എല്ലാം പക്കയാണ് കേട്ടോ. ഇതിവിടെ എല്ലാം കണ്ടില്ലേ, ഇവിടെ എല്ലാം നല്ല ഓരോരോ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്ന കടകളെല്ലാം ഉണ്ട്, സ്റ്റാളുകളെല്ലാം ഉണ്ട്. പതിവ് പോലെ ഇവിടെയും ലേഡീസിനെ ആകർഷിക്കുന്ന ടൈപ്പ് കച്ചവടങ്ങളാണ് ഉള്ളത്. ആണുങ്ങൾക്ക് വേണ്ടി ഞാൻ അകപ്പെടെ കണ്ടത് ആ തൊപ്പി മാത്രമേ ഉള്ളൂ, വെയിൽ കൊള്ളാതെ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തൊപ്പി. ഇവിടെ വരിയായിട്ട് ഇതേപോലത്തെ വളക്കടകളും മാലക്കടകളും പിന്നെ ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ കച്ചവടം ചെയ്യുന്ന സ്റ്റാളുകളെല്ലാം ഉണ്ട് കേട്ടോ. ആണുങ്ങൾക്ക് വേണ്ടി ഒരു വകയില്ല, ആണുങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോകുന്ന സംഗതികളാണ് കൂടുതലായിട്ട് കച്ചവടം. ഇതെവിടെയായിട്ട് നോക്കിയേ, പൂരി അടിപൊളി കേട്ടോ. നോക്കേ, നല്ല ബലൂൺ പോലെ നല്ല വീർത്തിരിക്കുവാണ്, കൊള്ളാല്ലേ. ഇതെവിടെയായിട്ട് വിലവിവര പട്ടികയെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇഡ്ഡലി, വട, പൂരി, പൊങ്കൽ, പ്ലെയിൻ ദോശ, അങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. എല്ലാ കടകളിലും ഒരേ വിലയായിരിക്കും. ഇവരെല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്തിട്ട് ഒരു വിലയായിരിക്കും ഇട്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നത് ഒരു ടോയ്ലറ്റാണ്. ഇതിനടുത്ത് നിന്നിട്ട് പോലും പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു യൂറിൻ്റെ സ്മെല്ലോ ഒന്നുമില്ല. അതൊക്കെ നീറ്റാണ് കേട്ടോ. ശബരിമലയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അതായത് എല്ലായിടത്തും ഇല്ല, പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലായിട്ട് യൂറിൻ്റെയും അങ്ങ് ഭയങ്കര വൃത്തികേടാണ് പല സ്ഥലങ്ങളിലും. പക്ഷെ ഇവിടെ അങ്ങനൊന്നുമില്ല, ഇവിടെ പക്ക നീറ്റാണ് കേട്ടോ. അതിനിവിടെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇതെവിടെയായിട്ട് നോക്കി, ഒരുപാട് സ്റ്റാളുകൾ, ഒരുപാട് കടകൾ, കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ട്. ഭക്തിപരമായിട്ടുള്ള കച്ചവടങ്ങളും എല്ലാ ടൈപ്പ് കച്ചവടങ്ങളും ആ ഒരു വരിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറെ കൂടെ ഇങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ ഇതെവിടെയായിട്ട് നോക്കേ, ഒരു പാർക്ക് പോലെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളമെല്ലാം ഇങ്ങനെ ചിന്നിച്ചിതർന്നത് കണ്ടില്ലേ, അത് കൊള്ളാം. നല്ലൊരു പൂന്തോട്ടം എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയായിട്ടൊരു ബിംബം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് മുന്നിലായിട്ട് എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. പക്ഷെ വലിയ ചൂടില്ല,
അങ്ങനെ പറയാൻ വന്ന കാര്യം, ഇവിടെ 70 കോടി, ഒരു വർഷം 70 കോടിയിലധികം വരുമാനമുണ്ട് മുടി മുട്ടയടിച്ചിട്ട് ആ ഒരു മുടി വെച്ചിട്ടുള്ള വരുമാനം. അതായത് 16 ഇഞ്ചിന് മുകളിലേക്ക് നീളമുള്ള ബ്ലാക്ക് ഹെയർ, കറുത്ത മുടിക്ക് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോഴങ്ങനെ പല പല മുടികൾക്കും പല പല ഡിമാൻഡാണ്. 70 കോടി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേ, 70 കോടിക്ക് എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയാമോ? ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കിയായിരുന്നു, 70 കോടിക്ക് 8 പൂജ്യമുണ്ട്. അപ്പോൾ 70 കോടിയാണ്, 70 കോടിയിലധികമാണ് വരുമാനം. എൻ്റെ മനസ്സിൽ ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചിരുന്നത് പളനിയിലാണ് എല്ലാവരും പോയി മുട്ടയടിക്കുന്നതെന്നാണ് കേട്ടോ. കാര്യം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് മുട്ടയടിച്ചിട്ട് വരുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, പളനി പോയി അങ്ങനെ മുട്ടയടിച്ചാണെന്ന് പറയാറുണ്ട്. പക്ഷേ തിരുപ്പതിയായിട്ട് എനിക്ക് അങ്ങനെ വലിയ കണക്ഷൻ ഇല്ല. പക്ഷേ കുറച്ച് അറിവൊക്കെ വെച്ചതിന് ശേഷമാണ് തിരുപ്പതിയിലും മുട്ടയടിക്കാറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. തിരുപ്പതിയിലും മുട്ടയടിക്കാറുണ്ടെന്നല്ല, തിരുപ്പതിയിലാണ് മെയിനായിട്ടുള്ള ആ ഒരു നേർച്ചയുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു സംവിധാനം കൊള്ളാം അല്ലേ? മുടിയുള്ള ആൾക്കാർ മുട്ടയടിക്കുന്നു, ആ മുടി വെച്ചിട്ട് ബിഗ് ചെയ്യുന്നു, മുടിയില്ലാത്ത ആൾക്കാർ ആ മുടി വെക്കുന്നു. ആ ഒരു സംവിധാനം കൊള്ളാം അല്ലേ? ഇതാ നോക്കേ, ഇവിടെ ആയിട്ട് ഒരു കോംപ്ലക്സിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റാളുകളാണ്. അതായത് മുകളിലത്തെ നിലയല്ല, ഈ താഴത്തെ ഫ്ലോർ ഫുൾ പലതരം കച്ചവടങ്ങളാണ്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഈ വഴികളിലൂടെയെല്ലാം ഇതേപോലെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നടക്കാൻ നല്ലൊരു അനുഭവമാണ്. ഇതാ കണ്ടില്ലേ, ഇത് ഇപ്പോഴും ട്രെൻഡിങ് ആണ് ഈ ഒരു സംഗതി. ഇതെവിടെയായിട്ട് നോക്കേ, ഈ ഒരു കടയിൽ ഫുൾ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളെല്ലാം ഇട്ടിട്ട് കൊള്ളാം അല്ലേ? ഓ, ഇതാ ഇത് തറയിൽ ഡിസൈൻ ചെയ്യുന്നതാണെന്ന് തോന്നല്ലോ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ തറയിൽ പ്രിന്റ് ചെയ്തതുപോലെ ഫിക്സഡ് കോലം, അതിൻ്റെ സെയിലാണ് കേട്ടോ. 50 രൂപയാണ് കേട്ടോ വില. ഇതാ കണ്ടില്ലേ, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ പെട്ടെന്ന് വിചാരിച്ചതേ, ഈ കോവിഡ് സമയത്തെല്ലാം ഡിസ്റ്റൻസ് പാലിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഇട്ടിരിക്കുമല്ലോ, ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല, ഇത് തറയിൽ ഡിസൈൻ ചെയ്യുന്നൊരു സംഗതിയാണ്. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ നടന്നു പോകുന്ന വഴിയിലെല്ലാം ഉണ്ട് കേട്ടോ. ഇതേപോലെ ഇത് ചെരുപ്പിട്ട് നടക്കുമ്പോൾ വിശ്വാസികളൊന്നും വിചാരിക്കരുത്. കാര്യം എന്താ, എല്ലാവരും ഇതുവഴി ചെരുപ്പിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ചെരുപ്പിട്ട് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതാ കണ്ടില്ലേ, ഓരോ ആൾക്കാരും ചെരുപ്പൊക്കെ ഇട്ട് ചവിട്ടി നിൽക്കുന്നത് നോക്കിക്കോ. കണ്ടില്ലേ, എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ മാത്രം എന്തെങ്കിലും പറയും. അതാ നോക്കേ, എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ചെരുപ്പിടുന്നതിന് പ്രശ്നമൊന്നുമില്ല, അകത്തേക്കാണ് പ്രശ്നം. ഓ, നമ്മൾ നടന്നു പോകുന്നതിൻ്റെ താഴെയായിട്ടും കണ്ടില്ലേ, താഴോട്ടും ഒരു ഫ്ലോർ ഉണ്ട്. അവിടെ ആയിട്ടെല്ലാം വിളക്കുകളെല്ലാം കച്ചവടം ചെയ്യുന്ന കടകളാണ്. വിളക്കുകളെല്ലാം വരി വരിയായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. സത്യത്തിൽ ശരിക്കും ഒരു ഫോട്ടോ ഫ്രെയിം പോലെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാം നല്ല കളർഫുള്ളാണ്. അതുകൊണ്ട് എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ലതായിരിക്കും. ഇതെവിടെയായിട്ട് നോക്കേ, നല്ല മഞ്ഞ കളർ ടാർപ്പ. മഞ്ഞ കളർ ടാർപ്പയ്ക്ക് താഴെയായിട്ട് കണ്ടില്ലേ ഓരോരോ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ ഒരു മഞ്ഞ കളർ ടാർപ്പയുടെ ആ ഒരു കളറും കൂടെ ഒരു പ്രത്യേക തരം ലൈറ്റിൽ താഴേക്ക് കിട്ടും. അതായത് ഈ സ്വർണ്ണക്കടയിലെ പ്രത്യേകതരം വെളിച്ചമുണ്ടല്ലോ, അതേപോലെ. യെസ്, അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു മഞ്ഞ കളർ ടാർപ്പയ്ക്ക് താഴേക്ക് വന്നിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേകതരം വാം കളർ, ആ ഒരു വാം കളർ ഇവിടെ കിട്ടുന്നുണ്ട്. അതാ നോക്കേ, പൊരി വരെ ആ ഒരു വാം കളറിൽ തെറിച്ച് നിൽക്കുവാണ്. ഞാനേ ദൂരെ നിന്ന് നോക്കി നോക്കി വരുമോ എന്തോ ഈ സംഗതി എന്ന്. അതാ നോക്കേ, അടുത്ത് വന്നപ്പോഴാണ് കോളിഫ്ലവറാണ്. കൊള്ളാം അല്ലേ? ഞാൻ വിചാരിച്ച് ശംഖ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് വെച്ചിരിക്കുവാണോ, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കൊള്ളാം. ഇവിടെ ഗോപി മഞ്ചൂരിയനും അങ്ങനത്തെ പലതരം ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കോളിഫ്ലവറാണ് നമ്മൾ കണ്ടത്. ഇവിടെ ആയിട്ട് പ്രാർത്ഥനയും എന്തൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതോ അവിടെ ആയിട്ട് ആൾക്കാരൊക്കെ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ പാടുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ ആയിട്ട് സൗണ്ട് കേൾക്കാം. അവിടെ കുറച്ച് ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിന് അടുത്തേക്ക് വന്നിരിക്കുവാണ്. അത് എവിടെയായിട്ട് കണ്ടില്ലേ, ഇവിടെയും ഉണ്ട് ഫ്രീ ഷൂ കീപ്പിംഗ് സെന്റർ. പല പല ഭാഗങ്ങളിലായിട്ടുണ്ട് കേട്ടോ. എവിടെ ചെരുപ്പ് വെക്കണം എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഇത് എവിടെയായിട്ട് സെൽഫോണും ഫുട്വെയറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കുന്ന സ്ഥലമാണ്. ആരോ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ആരോ, ഇതേപോലത്തെ പല പല ബോർഡുകൾ ഇവിടെ പല പല ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതുകൊണ്ട് ഇവിടെ അത് വെക്കണം, ഇവിടെ ഇത് വെക്കണം, അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഒരു നെയ്യുടെയൊക്കെ മണം കേട്ടോ. ഇവിടെ ആയിട്ട് അമ്പലത്തിന് നേരെ ഫ്രണ്ട് വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, താഴത്തെ സ്റ്റെപ്പിലേക്ക് ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. യെസ്, അങ്ങനെ നമ്മൾ ശരിക്കും ആ ഒരു ഫ്രണ്ട് സൈഡിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അകത്തേക്കെല്ലാം കയറണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്യൂ എല്ലാം നിൽക്കണം കേട്ടോ. അത് വലിയ പണിയാണ്. ഇവിടെ ആയിട്ട് കണ്ടില്ലേ, താഴെയായിട്ട്
നടുക്കായിട്ട് വെള്ള പെയിന്റ് അടിച്ചിരിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ആ ഒരു വെള്ള പെയിന്റിലൂടെ നടക്കുമ്പോൾ താരതമ്യേന ചൂട് കുറവായിരിക്കും. ചെരുപ്പ് ചൂട് പാറ നല്ല ചൂടായിട്ട് കിടക്കും കേട്ടോ. ചെരുപ്പിടണം. സത്യത്തിൽ ചെരുപ്പ് നമ്മളെ എന്തുമാത്രം സംരക്ഷിക്കുന്നുണ്ടല്ലേ നമ്മുടെ കാലിനെ. എങ്കിലും പലയിടങ്ങളിലും അതിന് അവഗണനയാണ്. അങ്ങനെ ഇവിടെയായിട്ട് നോക്കേ നല്ലൊരു ആൽമരം നിൽപ്പുണ്ട്. അതിന് താഴെയായിട്ടിരിക്കാൻ നല്ലൊരു ഫീലാണ് കേട്ടോ. ധാരാളം ഓക്സിജൻ നമുക്ക് കിട്ടും, നല്ലൊരു തണുത്ത കാറ്റ്. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം കുറച്ച് കറങ്ങി നടന്നു. ഇനി ഞാൻ തിരികെ താഴേക്ക് ഇറങ്ങുവാണ്. ഇവിടെ പേ ആൻഡ് പ്രേ സംവിധാനം എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ക്യാഷ് കൊടുത്ത് കുറച്ച് ഒരുപാട് ക്യൂ നിൽക്കാതെ അകത്ത് കയറുന്ന പരിപാടികളെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾ അങ്ങനെ കയറാൻ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ കയറുക. അങ്ങനെ ഞാൻ ഇനി ഇവിടെ നിന്ന് തിരികെ താഴേക്ക് പോവാണ്. ഇനി ഇവിടെ നിന്നും ഉച്ചയ്ക്ക് 2:35 ഒരു ട്രെയിനുണ്ട്. അത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുവാണ്. അതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് കൊല്ലത്തേക്ക് 440 രൂപയാണ്. പക്ഷേ ഞാൻ സ്ലീപ്പർ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. തത്കാലാണ് കിട്ടിയത്. 570 രൂപയാണ്. 570 ആണോ 574? 570 സംതിങ്. അപ്പോൾ അത്രയും രൂപയാണ് ബുക്കിംഗ് ചാർജ് എല്ലാം കൂടെ ചേർത്ത് ആയത്. അപ്പോൾ ആ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ട്. നമ്മൾ തിരികെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വഴി കിടക്കേണ്ടി വന്നു കഴിഞ്ഞാലേ ചിലപ്പം ആ ട്രെയിനും പോവും. അതുകൊണ്ട് പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ തിരികെ പോവുകയാണ്. അപ്പോഴെന്തായാലും വേറെ പ്രത്യേകിച്ച് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കുള്ള ആ ഒരു വ്യൂ എല്ലാം കണ്ടിട്ട് നമുക്ക് താഴേക്ക് പോകാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുവാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ലഡുവാണ്, തിരുപ്പതി ലഡു. പക്ഷേ അത് നമ്മൾ വാങ്ങാൻ വേണ്ടി ക്യൂ നിന്ന് കഴിഞ്ഞാലേ നമ്മൾ താഴെ ചെല്ലുമ്പോൾ നമ്മുടെ ട്രെയിൻ മിസ്സാവും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ക്യൂ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ക്യൂ നിൽക്കില്ല. അതാണ് ഒരു പ്രശ്നം. ഇതിൻ്റെ ക്യൂവിൻ്റെ ഇടയിലൂടെ എല്ലാം ആൾക്കാർ കയറി വരും. എനിക്ക് അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ക്യൂ നിൽക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ബസ് കയറി താഴേക്ക് പോകാം. താഴേക്ക് പോകുന്ന വഴിക്ക് നല്ല വ്യൂ ആണ്. ആ ഒരു മല ഇറങ്ങി പോകുന്ന ആ ഒരു വ്യൂ ഒക്കെ നല്ല ഭംഗിയാണ്. എന്തായാലും അങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് താഴേക്ക് പോകാം. എന്തായാലും ഈ ഒരു ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് നമുക്ക് കയറാം. ബസ് പുറപ്പെട്ടിരിക്കുവാണ്. നമുക്ക് താഴേക്ക് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ കണ്ട് യാത്ര ചെയ്യാം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഉയരത്തിലിരുന്ന് യാത്ര ചെയ്യുന്നതേ. നോക്കി 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വഴി. ഇവിടെ ആയിട്ടൊരു ഹെയർപിൻ ബെൻഡ് വളയാൻ വേണ്ടി പോവുകയാണ്. കണ്ടില്ലേ, നമ്മൾ തിരികെ പോകുന്ന വഴിക്ക് നല്ലതുപോലെ വളവുകളെല്ലാം ആ ഒരു ഹെയർപിൻ ബെൻഡ് എല്ലാം നല്ലതുപോലെ ഇങ്ങനെ കാണാം. വണ്ടി സ്മൂത്തായിട്ട് ഇറങ്ങി പോകുന്നതേ ഒരു രസമാണ്. കണ്ടില്ലേ, അടുത്തൊരു ഹെയർപിൻ ബെൻഡ് വളയുവാണ്. റോഡിലൊന്നും ഒരു ചവർ പോലും ഇല്ല. നല്ല നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റും കേട്ടോ. വളവുകളും തിരിവുകളും കയറി മുകളിലോട്ട് വരുവാണെങ്കിലും വൊമിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു വേസ്റ്റോ ഒന്നും എവിടെയും കാണുന്നില്ല. എന്താ പറ്റി, വണ്ടി പണിയായോ? വളവിൽ കിടക്കുന്നത് നോക്കേ. വലത് ഭാഗത്തായിട്ട് നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇങ്ങനത്തെ നല്ല നല്ല വ്യൂ കണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. കണ്ടില്ലേ, ഈ ഒരു വലത് ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഫുട്പാത്ത് തിരുപ്പതിയിലേക്ക് നടന്നു പോകുന്നവരുടെ ആ ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ നടന്നു പോകുന്നവരുണ്ടെന്ന്. കണ്ടില്ലേ, ഇവിടെയുണ്ട് ആ ഒരു നടന്നു പോകുന്ന ഫുട്പാത്ത്. നടന്നു പോകുന്നതിനല്ലേ ഫുട്പാത്ത് എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നടന്നു വരുന്ന ആ ഒരു വഴി. നമ്മളിങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നല്ലോ, റോഡ് പണിയുടെ. ആ ഒരു ബ്ലോക്ക് തിരികെ പോകുമ്പോഴും ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. പാറ പൊട്ടിച്ചിട്ട് ചെയ്തിരിക്കുന്ന വഴിയാണ്. കണ്ടില്ലേ, നമുക്ക് വലത് ഭാഗത്തായിട്ട് വലിയ കരിമ്പാറയാണ്. എന്തായാലും ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര നല്ലൊരു ഫീലുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വഴിയല്ല കേട്ടോ തിരികെ പോകുന്നത് വേറെ വഴിയാണ്. അങ്ങോട്ടേക്ക് വരുന്നതും തിരികെ പോകുന്നതും വേറെ വേറെ വഴിയായതുകൊണ്ട് നമുക്ക് വേറെ വേറെ കാഴ്ചകൾ കണ്ടുപോകാം. നമ്മൾ വരുന്ന വഴിക്കും പോകുന്ന വഴിക്കും എല്ലാം കണ്ടില്ലേ, വന്യജീവികളുടെ ഫോട്ടോസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. കടുവയുടെയും പുലിയുടെയും എല്ലാം ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. ഇത്രയും വാഹനങ്ങളൊക്കെ പോകുമ്പോഴതങ്ങനെ വരാൻ സാധ്യതയില്ല. അല്ലാതെ ഈ രാത്രി കാലങ്ങളിലെല്ലാം ഇറങ്ങുമായിരിക്കാം. എന്നാലും സൂക്ഷിക്കുക. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3 തട്ട് റോഡായിട്ട് കാണാമായിരുന്നു. അതായത്
2-3 ഹെയർ പിൻ ബെൻഡുകൾ ഒരുമിച്ച്. ഇതാ കണ്ടില്ലേ, നമ്മൾ പോകുന്നതിന് താഴെയായിട്ട് വേറൊരു റോഡ് പോകുന്നത് കാണാം, അതിന് താഴെയായിട്ട് വേറൊരു റോഡും. അതാണ് ഞാൻ പറഞ്ഞത് 2-3 ഹെയർ പിൻ ബെൻഡുകൾ ഒരുമിച്ചെന്ന്. ഇനി കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ഹെയർ പിൻ ബെൻഡുണ്ട്. 24ാമത്തെ വളവാണിത്. ഇതാ നോക്കി, ഇവിടെ നല്ലൊരു വ്യൂ അല്ല. ഇനി വേറെയും ഉണ്ട്, കണ്ടില്ലേ, അടുപ്പിച്ചടുപ്പിച്ച് കുറേ വളവുകൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. 22, 23, 24, 24. ഇതാ കണ്ടില്ലേ, 23. അങ്ങനെ ഇവിടെ ആയിട്ട് കുറേ ഹെയർ പിൻ ബെൻഡുകൾ ചറപറ ഉണ്ട്. ഓരോ ഹെയർ പിൻ ബെൻഡിൻ്റെ അടുത്ത് നല്ലൊരു വ്യൂ ആണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്. തിരികെ ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ നല്ല ഹെയർ പിൻ ബെൻഡുകളുള്ളത്. അങ്ങോട്ടേക്ക് പോകുന്നതിനേക്കാൾ തിരികെ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ ഹെയർ പിൻ ബെൻഡുകൾ അടുപ്പിച്ചടുപ്പിച്ചാണ്. ഇതുവഴിയിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. ഇത്രയും ഹെയർ പിൻ ബെൻഡുകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴേ നല്ലൊരു ഫീലാണ്. ഫ്രണ്ടിൽ ജീപ്പ് പോകുന്നത് നല്ലൊരു ലുക്കുണ്ടല്ലേ. ഇതാ നോക്കി, നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. താഴേക്ക് ഒരുപാട് കെട്ടിടങ്ങളും എല്ലാം ദൂരെയായിട്ട് ഇങ്ങനെ കാണാം. ഇപ്പോഴും നമ്മുടെ ഭാഗത്തേക്ക് ആ ഒരു വ്യൂ വരും. വെയിറ്റ് ചെയ്യാം. 16ാമത്തെ ഹെയർ പിൻ ബെൻഡാണിത്. ഇതാ കണ്ടില്ലേ, നോക്കേ, അടിപൊളി വ്യൂ. താഴെയായിട്ട് തിരുപ്പതി ടൗൺ ഫുള്ള് കാണാം. തിരുപ്പതിയും റെനിഗുണ്ടയും എല്ലാം കംപ്ലീറ്റ് ആയിട്ട്. റെനിഗുണ്ട എന്ന് പറഞ്ഞാൽ തിരുപ്പതിക്ക് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. നോക്കേ, അടിപൊളിയല്ലേ, കിടിലം വ്യൂ ആണ് കേട്ടോ, കിടിലം വ്യൂ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലിരുന്നാൽ ഈ ഒരു കാഴ്ച നല്ലതുപോലെ കാണാം. റൈറ്റ് സൈഡിലിരുന്നാലും കിട്ടും, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കുറേ മരങ്ങളുടെ തടസ്സമില്ലാത്തൊരു വ്യൂ കിട്ടും. അതായത് 2ാമത്തെ ഹെയർ പിൻ ബെൻഡ്, അവസാനത്തെ ഹെയർ പിൻ ബെൻഡിന് തൊട്ട് മുന്നേ ഉള്ള ഹെയർ പിൻ ബെൻഡിലാണ് ഈ ഒരു കാഴ്ചയുള്ളത്. യെസ്, ഇനി ഒരു ഹെയർ പിൻ ബെൻഡും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വളവുകളും തിരിവുകളും കഴിയും. അങ്ങനെ 1ാമത്തെ ഹെയർ പിൻ ബെൻഡ്, ലാസ്റ്റ് ഹെയർ പിൻ ബെൻഡും കഴിഞ്ഞിരിക്കുവാണ്. എന്താ കണ്ടില്ലേ, താഴെയായിട്ട്. എന്തായാലും ഈ ഒരു കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, തിരിച്ചു പോകുന്ന വഴിക്ക് നല്ലൊരു കാഴ്ച അനുഭവമാണെന്ന്. ഇവിടെ ആയിട്ട് ചെറിയൊരു ആർച്ച് പാലമൊക്കെ ഉണ്ട്, കണ്ടില്ലേ. നോക്കേ, അടിപൊളി. താഴെയായിട്ട് നോക്കേ, മുകളിലായിട്ട് കണ്ടില്ലേ, ഓരോ പാളിയെല്ലാം ഇളകി വീഴുന്നത് പോലെയാണ് നിൽക്കുന്നത്. അങ്ങനത്തെ കാഴ്ചയെല്ലാം നല്ല മനോഹരമാണ്. കണ്ടില്ലേ, പാറക്കൂട്ടങ്ങൾക്ക് അടുത്തൂടെയുള്ള യാത്ര, അതിനോട് ചേർന്നുള്ള യാത്ര എല്ലാം ഒരു പ്രത്യേക അനുഭവമാണ്. ഭക്തർക്ക് മാത്രമല്ല, വിനോദസഞ്ചാരികൾക്കും ഇതുവഴിയിലൂടെയുള്ള യാത്ര നല്ലൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. അങ്ങനെ ഞാൻ തിരികെ തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:15 ഞാൻ പറഞ്ഞില്ലേ, അവിടെ ലഡു വാങ്ങാൻ വേണ്ടി നിന്നായിരുന്നെങ്കിൽ അവിടെ നിൽക്കത്തേ ഉള്ളായിരുന്നു. ക്യൂ നിന്ന് നമ്മുടെ സമയമെല്ലാം പോത്തതേ ഉള്ളായിരുന്നു. അപ്പോഴെന്തായാലും ഞാനിവിടെ പോയി റൂമിൽ പോയി ബാഗ് എടുക്കണം. ബാഗ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും സമയം കറക്റ്റാവും. ട്രെയിൻ 2:35 പിറ്റേ ദിവസം ഒരു 6:30 ആ ഒരു സമയത്ത് കൊല്ലം എത്തും. ഇത് കോട്ടയം വഴി പോകുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോഴെന്തായാലും നമുക്ക് ആ ഒരു ട്രെയിനിൽ കയറി വിടാം. എന്തായാലും ബാഗ് എടുത്തിട്ടെ നമുക്ക് എന്തായാലും കഴിക്കാം. കഴിച്ചതിന് ശേഷം നമുക്ക് നാട്ടിലേക്ക് വിടാം. അതാണ് പരിപാടി. ഞാൻ ഈ റൂമിലേക്ക് വന്നപ്പോഴും ഏതോ ഒരു വിടല എഴുതി വെച്ചിരിക്കുന്നതൊക്കെ മൈ മോം ഈസ് മൈ മദർ. എഴുത്തും വായന അറിഞ്ഞിടത്ത് ഏതോ പാവം എഴുതിയിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഒരു സെറ്റ് ചപ്പാത്തി 50 രൂപ. ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ വേറെ ഇവിടെ താലി മീൽസിൻ്റെ എല്ലാം ബോർഡ് അവിടെ ഇവിടെ എല്ലാമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് താലി മീൽസ് അത്ര ഇഷ്ടമല്ല കേട്ടോ. കുറേ സാമ്പാറും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി കഴിച്ചു. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു സ്വീറ്റ്സ് കടയിൽ കുറേ ലഡുവും കുറേ സ്വീറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമായിരുന്നു. അങ്ങനെ പല പല റേറ്റിനുണ്ട്. 250 ഗ്രാം 120 രൂപ, 125 രൂപ, പിന്നെ 90 രൂപ, അങ്ങനെ പല പല വിലയ്ക്കുമുണ്ട്. ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ബ്രൗൺ കളറിൽ ഉള്ളൊരു ഐറ്റമാണ്. അപ്പോഴെന്തായാലും ഇത് നമുക്ക് 250 ഗ്രാം വാങ്ങാം. 125 രൂപയാണ് വില.
യെസ്, അങ്ങനെ ആ ഒരു സംഗതി 250 ഗ്രാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരെണ്ണം കഴിക്കാനും കൂടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 146 രൂപ. കൊള്ളാം. നല്ല നെയ്യുടെയൊക്കെ മണവും എല്ലാമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. ഒരു പീസ് 20 രൂപയാണ്. കൊള്ളാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം 2:35-നാണ്. എന്തായാലും ആ ട്രെയിൻ പിടിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൂരെയായിട്ട് ട്രെയിനിൻ്റെ ഹോണടിയൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം, എന്നിട്ട് ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് പോകാം. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു ടോയ്ലറ്റാണ്. ഓക്കെ, നല്ല പ്രൈവസി ഉണ്ടല്ലേ. യെസ്, അങ്ങനെ ഞാൻ നടന്ന് റെയിൽവേ സ്റ്റേഷനടുത്ത് വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, തിരുപ്പതി. എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനകത്ത് കയറാം, എന്നിട്ട് ട്രെയിനിൽ കയറി വിടാം.